അല്ല, നമ്മുടെ കാർത്തിക്കിന് ഇപ്പോഴും ആ വൃത്തികെട്ടവളോട് വല്ല പ്രേമോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. അതൊക്കെ മുത്തശ്ശിയുടെ വെറും തോന്നല. ACP മുത്തശ്ശിയുടെ കൊച്ചുമോനും ദേ ഇവരുടെ രണ്ടുപേരുടെയും മകനുമോ. പക്ഷെ ACPയുടെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് എനിക്കേ അറിയൂ. കണ്ടോ കൊച്ചുമകള് നമ്മളെ എല്ലാവരെയും കടത്തി വെട്ടിയമ്മേ. ഞാൻ പറഞ്ഞ സത്യ. ACPക്ക് അവളോടുള്ളത് വേറെ സഹതാപം മാത്രം. കേട്ടോ നന്ദിനിയെടുത്തി, നമ്മുടെ മകനെ നമ്മുടെ മരുമകള് പഠിച്ചു വെച്ചിരിക്കുക. ഇവളെ മരുമകളായി കിട്ടിയത് എന്റെ അച്ഛനമ്മമാര് ചെയ്ത സുഹൃതം, എന്റെ പുണ്യം. എന്റെ മകളുടെ മനസ്സില് മഹാലക്ഷ്മി കുടിയേറിയിരിക്കുന്നു. നീ ശരിക്കും ഒരു അമ്മയായിരിക്കുക. ഈ സന്തോഷം വൈകാതെ ഞാൻ തകർത്തു തരാം. മാനസാന്തരപ്പെട്ട എന്റെ പൊന്നുമോൾക്ക് അമ്മയുടെ വക ഒരു സമ്മാനം. സമ്മാനോ? ദാ. അയ്യോ, ഞാൻ സ്വപ്നം കാണുകയാണോ? സ്വപ്നമല്ല സാവിത്രി, സത്യ. ആ മൈഥിലെ എവിടുന്ന് അടിച്ചിറക്കണം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവളെ ഞാനേ ഇപ്പൊ ഇവിടുന്ന് പിടിച്ചു വലിച്ച് റോഡിലെറിയാം. അമ്മയ്ക്ക് കാണണോ? അങ്ങനെയല്ല സാവിത്രി വേണ്ടത്. കാർത്തി നമ്മുടെ മകനാ. അവന്റെ അനുവാദത്തോടെ പറഞ്ഞയക്കണം. അതാ അതിന്റെ ശരി. ആ, നന്ദിനി പറഞ്ഞതാ അതിന്റെ ശരിയായ രീതി. ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. എല്ലാത്തിനോടും പക വീട്ടാനായി ഞാൻ ഈ ചെമ്പകമംഗലത്ത് തന്നെ താമസിക്കും. ഇത് സത്യം. മുൻവശത്ത് ആരുമില്ലെന്ന് തോന്നുന്നു. എന്താ നശിച്ച അമ്മായിമ്മ കണ്ട എന്റെ കഥ കഴിക്കും. നിൽക്ക. നീ സ്കൂളിലെ പ്രിൻസിപ്പളായ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിനക്ക് ജോലി കിട്ടിയ കാര്യം ഞങ്ങളൊക്കെ അറിയണ്ടേ? അതൊരു സന്തോഷമല്ലേ? സ്കൂളിൽ ജോലി കിട്ടിയെന്നോ? ആർക്ക്? അപ്പൊ ജോലി കിട്ടിയില്ലേ? പിന്നെ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അല്ല, അത് പിന്നെ ജഗദീഷ് അവന്റെ ബിസിനസ് കാര്യത്തിനായി പല സ്ഥലത്തേക്കും പോകുന്ന സമയം നോക്കി നീ എന്നോട് പോലും പറയാതെ കറങ്ങി നടക്കുകയല്ലേ? അല്ലമ്മേ, അമ്മേ പറയേ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് അമ്മേ, ഞാൻ പിള്ളേരുടെ സ്കൂളിലേക്ക് തന്നെയാ പോയത്. ഈ വൈകുന്നേരം വരെയോ?
അത് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ ആലോചിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ ആനിവേഴ്സറിയുടെ ചുമതല നിനക്കാണോ? അതല്ല, ഡാൻസുകളുടെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതേ ഞാനാ. ഉം. ഓ, ഡാൻസ് ടീച്ചറും പേരുകേട്ട മ്യൂസിക് ടീച്ചറും ആ സ്കൂളിലുള്ളപ്പോ നീ ഉം. അതെ മാലതി, കള്ളത്തരം പറയുമ്പോ അതിനും വേണ്ടേ ഒരു ലോജിക്ക്. അമ്മേ, അല്ലമ്മേ, ഞാനൊരു ഡാൻസുകാരിയാണല്ലോ. ഹാ, ഹാ, നീ ഡാൻസുകാരിയ. കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി നീ കിടന്ന് വല്ലാതെ ഡാൻസ് കളിക്കുന്നു. ഞാനിത് കാണുന്നോണ്ട്. അമ്മേ, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇതെന്താ? ഇത് ഇങ്ങടുത്തെ അമ്മ, കാണട്ടെ. ഇതൊരു സാരിയാണല്ലോ. അമ്മേ, ഇത് സ്കൂളിലെ ഇൻട്രൊഡക്ഷൻ ഡാൻസിന് ഉടുക്കാൻ കുട്ടികൾക്ക് 25 സാരികൾ വേണം. ഞാൻ കടയിൽ കയറി സെലക്ട് ചെയ്ത സാമ്പിൾ സാരിയാ. ഇത്തരം 25 വാങ്ങിക്കാൻ അവരോട് പറയാം. ഇതിനെന്താ വില? ഓ, 1300 രൂപയാ. 25 ഒരുമിച്ചെടുക്കുമ്പോഴേ 1000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. എത്ര രൂപ? അങ്ങനെ വരുമ്പോ 1000 രൂപ. സാരികള് മൊത്തമായി എടുത്ത് അതില് മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന എന്നോടാണോടി നിന്റെ കള്ളക്കളി? ഈ സാരിക്ക് ഒരെണ്ണത്തിന് 1,00,000 രൂപയെങ്കിലും വില വരും. ദാ, ഇതിന് വിലയുണ്ടല്ലോ, 1,00,000 രൂപ. നീയും നിന്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ഒക്കെ നേരും നെറിവും ഉള്ളവരല്ല, വളഞ്ഞ വഴിയിലൂടെ നടക്കുന്നവരാ. അമ്മേ, ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകൻ ജഗദീഷിനെ എനിക്ക് പേടിയാ. നീ അവന്റെ മുമ്പിലെങ്ങാനും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഇനിയും കാട്ടിയ അവൻ നിന്റെ കൈയും കാലും ഒടിച്ചിവിടെ ഇടും. എന്നിട്ട് അവൻ നിനക്ക് ചെലവിന് തരും. അമ്മേ, 1000 രൂപയുടെ സാരി. അയാളെ ഞാൻ ജയിലിലും ആക്കും. ഇവിടെ ആരുമില്ലേ? ആരുമില്ലെന്ന്. ദൈവമേ, ആ ദുഷ്ടനാണല്ലോ വൈശാഖ്. ആരുമില്ല ഇവിടെ. അല്ല, ഇത് ആര്? ഫ്രോഡുകളുടെ യൂണിയന്റെ ഓൾ കേരള പ്രസിഡന്റോ? മര്യാദയ്ക്ക് സംസാരിക്കണേ. ഷട്ടപ്പ്. എടി പൊടിന്നൊക്കെ നീ നിന്റെ അമ്മയെ പോയി വിളിച്ചാ മതി. അല്ല, ഞാൻ തന്നെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു, കാരണക്കുറ്റി നോക്കി 2 തരാൻ. എന്നാലേ ഇപ്പൊ അത് വേണ്ട. അടിയേറ്റ് തലപൊക്കാനാവാതെ കിടക്കുന്ന പാമ്പിനെ പിന്നെയും തല്ലുന്നത് കഷ്ടമാണ്. അല്ല,
നീ എന്താ ഗത്യന്തരം ഇല്ലാതെ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞു കയറിയത്? പുൽച്ചാടിയെ പോലെ ചാടി ചാടി നടക്കുന്ന നിന്റെ കാമുകിയെ കാണാനാണോ? അവളെ ഇങ്ങോട്ട് ഇറക്കി വിടടി. അത് ശരി, കൊണ്ടുപോകാൻ വന്നാണല്ലേ? അയ്യോടാ, ഞങ്ങൾ ആരും അവളെ പിടിച്ചു വെച്ചിട്ടില്ല. അവളിവിടെ പിച്ച തെണ്ടി വന്നതാ. ഇവിടെ യാചക നിരോധന മേഖലയൊന്നും അല്ല. ചെമ്പകമംഗലത്തുകാര് പിച്ചക്കാര് വന്നാലും നിരാശരാക്കി വിടുകയുമില്ല. വാജ് പഠിക്കാതെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ നോക്കടി. ഡാഡാ, നീ മുറ്റത്ത് കിടന്ന അഭ്യാസം കാണിച്ചാലേ നീ ശരിക്കും മേടിച്ച് കെട്ടുവേ. ഉം, ഉം. നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുക ഇവിടെ പലരും. ഓ, പ്രത്യേകിച്ച് ACPയും എന്റെ ചെറിയച്ഛനും. കണ്ടവരെ പറ്റിച്ച് റെഡിയാക്കി എടുത്ത ഈ ബോഡി പഴിപ്പിക്കാതെ നോക്കിയാ നിനക്ക് കൊള്ളാം. വെല്ലുവിളിക്കാതെ പോടാ മുറ്റത്തുനിന്ന്. എടീ, ആ മൈഥിലി ഇങ്ങോട്ട് ഇറക്കി വിടാൻ. ഇത് പ്രശ്നമാവല്ലോ. ഇവിടെ ഇവൻ എനിക്ക് സ്വസ്ഥത തരില്ലേ ദൈവമേ. നിന്നോടല്ലേടാ മലയാളത്തിൽ പറഞ്ഞത് ഇവിടെ നിന്റെ മൈഥിലി ആരും പിടിച്ചു വെച്ചിട്ടില്ലാന്ന്. എന്താ എന്താ ഇവിടെ പ്രശ്നം? ആ ദേ പെങ്ങള് വന്നു. നിങ്ങളുടെ പൊന്നാങ്ങളെ വന്ന് ഇവിടെ കിടന്ന് വെല്ലുവിളിക്കുക. എടാ വൈശാഖേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വേഗം പോയേ. അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ആ മൈഥിലിയെ എന്റെ ദൈവമേ, ഇവിടെ ഒന്നൊരു ഭൂകമ്പം നടക്കുമല്ലോ. എടാ, നിന്റെ ചേച്ചിയാ പറയുന്നേ, നീ ഇവിടെ നിന്ന് പോവോ? ഞാൻ പോവില്ല. അവളെ ഇങ്ങോട്ട് വിളിക്ക്. ഇവൻ കൊണ്ടേ പോവും. ആ, ഇവന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമാവും. ഈശ്വരാ. ദൈവമേ, കീചകനും ഭീമനും തമ്മിൽ ഇന്നിവിടെ അടിയാവുമല്ലോ. ഭീമൻ കീചകനെ കൊല്ലുകയും ചെയ്യും. എന്താണ് നിനക്കിവിടെ കാര്യം? എന്റെ പെണ്ണ് ഇതിനകത്തുണ്ട്. ഞാൻ അവളെ വിളിക്കാൻ വന്നതാ. നിന്റെ പെണ്ണ്? അതേത് പെണ്ണ്? മോനെ കാർത്തി, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ മോനെ. നീ പോടാ വീട്ടില്. ഇല്ലെങ്കിലേ ഞാൻ നല്ല വടി എടുത്ത് അടിക്കുവേ. പിന്നെ വടിവെട്ടി അടിച്ച അടങ്ങുന്ന ഒരു കുഞ്ഞൂഞ്ഞ്. അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ആ മൈഥിലിയെ മൈഥിലിയെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. അവള് പോയിസൺ കഴിച്ച് അവശ നിലയിലായി. എന്നോട് അഭയം ചോദിച്ചു. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ വാടകയ്ക്ക് അവളുടെ ഗർഭപാത്രം തന്നതുകൊണ്ട് ആ ഉപകാരം എനിക്ക് മറക്കാനൊക്കില്ലല്ലോ. അങ്ങനെ ഞാൻ അഭയം കൊടുത്തതാ എന്റെ ഭാര്യ മീനാക്ഷിയുടെ പെർമിഷനോടെ. മൈഥിലി വരുമെങ്കിൽ നിനക്കവളെ വിളിച്ചോണ്ട് പോവാം. ഞാനോ ഇവിടെ ഉള്ളവരോ അതിനെതിരല്ല. എന്താണ് നിനക്ക് വേണ്ടത്? എന്നെ ഇവിടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ? ഞാൻ നിന്റെ കൂടെ ഒന്നും വരില്ല. ഇറങ്ങി പോടാ. നീ മിണ്ടരുത്. കള്ളൻ, കള്ളുടിയൻ, സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന ആഭാസൻ. അത് വേണ്ട. ഇവളുടെ അനുവാദം ഉണ്ടെങ്കിൽ നിനക്ക് ഇവളെ വിളിച്ചോണ്ട് പോവാന്നാ ഞാൻ പറഞ്ഞത്. ഈ ചെമ്പകമംഗലത്തുനിന്ന് ബലമായിട്ട് ഇവളെ പിടിച്ചോണ്ട് പോവാന്ന് നീ വിചാരിക്കണ്ട. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവന്റെ കൂടെ ചെല്ലാൻ നോക്കു പെണ്ണേ. ഇവിടെ കിടന്ന് വെയില് കാഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. കാർത്തി വേറെ കെട്ടിപ്പോയി. ചെല്ല്, ചെന്ന് ഇവന്റെ കൂടെ ജീവിക്കേ.
ഇവന്റെ കൂടെ ജീവിക്കാനേ ഞാൻ എരുമയൊന്നുമല്ല, മനുഷ്യ സ്ത്രീയാ. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? നീ പോത്താണെന്നർത്ഥം. എന്നാ പോത്ത് പോയെ. ഇവളെയും കൊണ്ടല്ലാതെ വൈശാഖി ഈ മുറ്റത്തു നിന്ന് പോവില്ല. ഇവളുടെ അനുവാദം ഇല്ലാതെ നീ ഇവളുടെ ദേഹത്ത് തൊടില്ല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വാടിങ്ങോട്ട്. ഇറങ്ങിപ്പോടോ. അത്രയ്ക്കാണോ? അയ്യേ, എന്തുവാ ഇവിടെ പ്രശ്നം? ഇയാളെന്നെ തല്ലി. എന്തായി? കാർത്തി എന്റെ കൊച്ചുമോനല്ലേ, വൈശാഖന്റെ കുഞ്ഞളിയൻ. ഞാനിപ്പോ ആരുടെ പക്ഷം നിൽക്കുക അല്ലേ മാലതി? വന്നേ, ചോദിക്കട്ടെ, കാർത്തിക്ക് നിന്നെ തല്ലാൻ എന്താ കാര്യം? ഞാൻ അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേനെ. ഏയ്, അതിനൊന്നും കാർത്തി അങ്ങനെ തല്ലൂലല്ലോ. ഇവളുടെ പെർമിഷൻ ഇല്ലാതെ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാർത്തി പറഞ്ഞിട്ടുണ്ടാവും. ACP അങ്ങനെ തന്നെയാ പറഞ്ഞത് ചെറിയ. ഇത് കേട്ടല്ലോ. ഇയാളുടെ കൂടെ ഞാൻ പോവില്ല. ഇയാൾ അത്രയേറെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. ഇവക്ക് അളിയനെ വേണ്ട, ഇവിടെയും വേണ്ട. എങ്കിലും ഇവിടെ അഭയം ചോദിച്ചു വന്ന ഇവൾക്കിഷ്ടമില്ലാത്തൊരുത്തന്റെ കൂടെ ഞങ്ങൾ വിടത്തില്ല. അതല്ലേ മാലതി അതിന്റെ ന്യായം? അതാണ് ന്യായം ജഗദീഷ് ചേട്ടാ. കേട്ടല്ലോ. ദേ, നിന്റെ നേർപ്പെങ്ങളും അങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പോ അതങ്ങനെ തന്നെ. പക്ഷേ ജഗദീഷ് അളിയന് വൈശാഖ് അളിയനോട് ചെറിയൊരു കണക്കുണ്ട്. ഇത് എന്റെ കുടുംബത്ത് കയറി മര്യാദകേട് കാണിച്ചതിന്, എന്റെ പൊന്നുമോൻ കാർത്തിയുടെ ഹൃദയം തകർത്തതിന്. ബലം പിടിക്കല്ലേ, തീർന്നിട്ടില്ല അളിയാ. അടുത്ത വെടി പൊട്ടുന്നത് നിന്റെ നെഞ്ചത്തോട്ടായിരിക്കും. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇറങ്ങിപ്പോടാ. ഇന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട ACPയെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പഴംപൊരി ഉണ്ടാക്കി കൊടുത്തോണ്ട് അത്ഭുതപ്പെടുത്തും. അമ്മേ, 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 എനിക്ക് കുറച്ച് എണ്ണ തരുമോ? എണ്ണയോ? എന്തിനാ ധൃതിയിൽ എണ്ണ വേണ്ടത്? ACPക്ക് വേണ്ടി കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം. അപ്പൊ നീ അവന് വേണ്ടി പ്രത്യേക വിഭവങ്ങളൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങിയോ?
ശരിയല്ലേ? സാരല്ല, ഞാൻ നിനക്ക് എണ്ണ തരാം. നീ അവന് വേണ്ടി പ്രത്യേകം വിഭവം തയ്യാറാക്കുന്നതിനാൽ ഞാൻ നിനക്കായി ഈ പ്രത്യേക എണ്ണ കൊണ്ടുവന്നു. പ്രത്യേക എണ്ണയോ? അതെ, ഇത് സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാ. ഇത് സാധാരണ എണ്ണകൾ പോലെയല്ല. ഇത് കുറഞ്ഞ എണ്ണ മാത്രമേ ആഗിരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഭക്ഷണത്തിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അതുമാത്രമല്ല, സൺറിച്ച് 100-ലധികം ഗുണനിലവാര പരിശോധനകൾ പാസ്സായി നിർമ്മിച്ചതാ. അത് കൊള്ളാലോ.